Hi students, Standard 8ലെ Chapter 8 Fun with Learning Science എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് നോക്കാം. അപ്പോൾ ഇതിലെ ആദ്യത്തെ പാർട്ട് ദ മാർവൽസ് ഓഫ് ടൈം ആണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന സോഫ്റ്റ്വെയർ സൺക്ലോക്ക് ആണ്. സൺക്ലോക്ക് ഈസ് എ ഫ്രീ ഡിജിറ്റൽ മാപ്പ് സോഫ്റ്റ്വെയർ ദാറ്റ് വിഷ്വലി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കൺട്രീസ് എക്സ്പീരിയൻസിംഗ് ഡേ ആൻഡ് നൈറ്റ് ബൈ ഡിസ്പ്ലേയിങ് ദം ഇൻ ഷെയ്ഡഡ് ആൻഡ് ലിറ്റ് ഏരിയാസ്. It provides various time zones, distance between regions, as well as geographical coordinates, latitude and longitude of each location. The SunClock software was developed by French mathematician Jean-Pierre Demilly. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ടൈം സോൺസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ടൈം അക്രോസ് ദ വേൾഡ് ഡിറ്റർമൈൻഡ് ഓൺ ദ ഗ്രീൻവിച്ച് മെറിഡിയൻ, അതേപോലെ തന്നെ സോളാർ ടൈം, ലീഗൽ ടൈം, ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണാം. അപ്പം നമുക്ക് ഈ ഒരു സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഷോ ആപ്ലിക്കേഷൻസിൽ സൺക്ലോക്ക് എന്ന് കൊടുക്കുന്നു. ഇതിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്ക്രീൻ വന്ന ശേഷം ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മെനു ബാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ടൈം സോൺ മാപ്പാണ്. അപ്പോൾ ടൈം സോൺ മാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഐക്കണാണ് പ്രസ് ചെയ്യേണ്ടത്. എക്സ്ക്ലമേഷൻ മാർക്ക് പോലുള്ള ഐക്കണാണ് പ്രസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ ഈ ഒരു കീ പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഞാനിതൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിവിടെ ടൈം സോൺ മാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലീഗൽ ടൈം കാണിക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ലീഗൽ ടൈം മോഡ് സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് ലീഗൽ ടൈമിലേക്ക് ആക്കണം. അതേപോലെ തന്നെ എം എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് കാണാം. അപ്പോൾ അത് രണ്ടും നമുക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ലൊക്കേഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൽക്കട്ടയാണ്. അപ്പോൾ ആ കൽക്കട്ട ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു എം എന്നുള്ള ബട്ടൺ നിങ്ങൾക്കിവിടെ അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഡ്രോ ആൻഡ് ഇറേസ് മെറിഡിയൻസ്, എം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡിഗ്രി ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഒന്നും കൂടി ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 0 ഡിഗ്രിയാണ് ഇവിടെ നിങ്ങോട്ട് മൈനസ് ഇത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നിങ്ങോട്ട് 10, 20, 30 എന്ന് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലീഗൽ ടൈം കാണിക്കാനാണ്. അപ്പോൾ അതിനായിട്ട് L എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ലീഗൽ ടൈമാണ് ഷോ ചെയ്തത് 5:24 എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡേറ്റും കാണിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. കൽക്കട്ടയാണ് നമ്മളോട് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കൽക്കട്ട ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ റെഡ് കളറിൽ വന്നാലാണ് ഇവിടെ ആ ഒരു ലൊക്കേഷൻ കാണിക്കുക. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് കൽക്കട്ട. അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കാണിക്കുന്നുണ്ട്. അവിടുത്തെ ടൈം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ട്യൂസ്ഡേ 17th ഫെബ്രുവരി, അതേപോലെ സൺറൈസ് ടൈമും സൺസെറ്റ് ടൈമും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോ കൺട്രിയും അതേപോലെ തന്നെ ഓരോ ലൊക്കേഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഡോട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസാണ്. അപ്പോൾ നമുക്കിതിൻ്റെ നെയിം അറിയണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ യു എന്ന് പറഞ്ഞ അർബൻ കമാൻഡ് വിൻഡോ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു വീണ്ടും യു എന്ന് കൊടുക്കുകയാണ്. അപ്പം ഓരോ സിറ്റിയുടെ നെയിം അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാത്ത സിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ സെർച്ചിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ആ സിറ്റി നെയിം കൊടുത്താൽ ആ സിറ്റി നെയിമിൻ്റെ അവിടെ റെഡ് കളറിൽ കാണിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ യെല്ലോ കളറിലാണുള്ളത്. നമ്മൾ സെലക്ട് ചെയ്തിടത്ത് മാത്രമാണ് റെഡ് കളറിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റി നെയിം ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്താൽ ഇവിടെ ഏതാണോ ആ സിറ്റി അവിടെ റെഡ് കളറിൽ കാണിക്കുന്നുണ്ടോ. ഓക്കെ, ഇനി നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഓക്ക്ലൻഡ് എന്ന് പറയുന്ന ന്യൂസിലൻഡിലെ ഒരു സിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ കൊൽക്കട്ടയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് ആണ് ഇവിടെ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ കൽക്കട്ടയുടെ ടൈം കണ്ടു 5:26 ആണ്. അതേപോലെ 17th ഫെബ്രുവരി ആണെന്ന് കണ്ടു. ഇനി നമ്മൾ ഓക്ക്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓക്ക്ലൻഡ് എന്ന് പറയുന്ന ഇവിടെയായിട്ടാണ് ഉള്ളത്. ഇവിടെ ന്യൂസിലൻഡിൻ്റെ ഈ ഒരു പാർട്ടിൽ ഇവിടെ ഓക്ക്ലൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റെഡ് കളറിലായാലാണ് ഇപ്പോൾ ഇതാ റെഡ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട് ഓക്ക്ലൻഡ്. അവിടുത്തെ ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് വന്നു. അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 12:56 ആണ്. അപ്പോൾ ഈ ടൈമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡേറ്റ് ടൈം കൊടുക്കാൻ പറഞ്ഞിടത്ത് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെയുള്ള ഡേറ്റ് എന്ന് പറയുന്ന സെയിം ഡേറ്റ് ആണ്, പക്ഷേ ടൈമിൽ വ്യത്യാസമുണ്ട്. അതൊന്ന് ഇവിടെ
എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്കിവിടെ എഴുതാൻ പറ്റും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ സിറ്റിയിലും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ ഓരോ സിറ്റി നെയിം തന്നിട്ടുണ്ട്. ആങ്കറേജ്, മെക്സിക്കോ സിറ്റി, ഇങ്ങനെ ഓരോന്നിൻ്റെയും ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഡേറ്റും ടൈമും അതേപോലെ തന്നെ GMT ഡേറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞത്. ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു ഫൈൻഡ് സൺറൈസ് ആൻഡ് സൺസെറ്റ് ടൈംസ്, അത് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളോട് അടുത്തതായിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മുംബൈ സിറ്റിയാണ്. ലീഗൽ ടൈം, പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേ, ഡേ ആൻഡ് നൈറ്റ് വിഷൻ പറഞ്ഞു. അതേപോലെ തന്നെ ഷോ സൺ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഒരു ചെറിയ ആനിമേഷൻ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഡേ ആൻഡ് നൈറ്റ് ഡിവിഷനിലാണ് ഉള്ളത്. അപ്പം നമ്മളിവിടെ എന്നിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാവുന്നതാണ്. ഡേ ആൻഡ് നൈറ്റ് ഡിവിഷൻ മാറിയിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഡേ ആൻഡ് നൈറ്റ് ഡിവിഷൻ വന്നിട്ടുണ്ട്. ഇനി വൈയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളോട് സണ്ണിൻ്റെ ലൊക്കേഷൻ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ വൈ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് സണ്ണിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. അതിൻ്റെയും ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ലീഗൽ ടൈം കൊടുത്തു. അതേപോലെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സിറ്റി ബോംബെ ആണ്. ബോംബെയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ ബോംബെ ആയി. 5:29 ടൈം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 17th ഫെബ്രുവരിന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇവിടെ G എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ G എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സൺറൈസും സൺസെറ്റും ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് December 22 ആണ്. അപ്പോൾ അത് സൺറൈസും സൺസെറ്റും അതേപോലെ ഡ്യൂറേഷൻ ഓഫ് ദ ഡേയും ഇവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ജിയിൽ ആദ്യം നമ്മൾ 30 ഡേയ്സ് ആക്കി വെക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. 1 മിനിറ്റ്, 1 അവർ, 1 ഡേ, അതേപോലെ തന്നെ 7 ഡേയ്സ്, അതേപോലെ തന്നെ 30 ഡേയ്സ്. അപ്പോൾ 30 ഡേയ്സ് ആയിട്ട് സെറ്റ് ചെയ്തു. എ എന്ന് പറയുന്നത് +C ആണ് ചെയ്യുക, ബി എന്ന് പറയുന്നത് -C ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് December 22 ആണ് വേണ്ടത്. അപ്പോൾ -C ചെയ്യണം. ബി എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ 18th ജാനുവരി ആയി. ഒന്നും കൂടി ബി എന്ന് കൊടുത്തു. 19th ഡിസംബർ ആയി. നമുക്ക് വേണ്ടത് 22 ഡിസംബർ ആണ്. ഇനി ജിയിൽ വീണ്ടും ഒന്ന് 1 ഡേ ആക്കി സെറ്റ് ചെയ്യാം. ഇവിടെ 1 ഡേന്ന് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് എ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 20 ആയിട്ടുണ്ട്. ഒന്നും കൂടി എ ക്ലിക്ക് ചെയ്തു. 21, ഇവിടെ 22 ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതിൻ്റെ ആനിമേഷൻ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് വളരെ സ്ലോ ആയിട്ടുള്ള ആനിമേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 1 മിനിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ജി എടുത്തു, അവിടെ 1 മിനിറ്റ് സെറ്റ് ചെയ്തു. ഇനി പതുക്കെ അതിൻ്റെ ആനിമേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ കമാൻഡ് വിൻഡോ എടുത്തു. അതിൽ ഈ ഒരു ബട്ടൺ ഉണ്ട്, സിംഗിൾ കൊട്ടേഷൻ മാർക്ക്. ഈ കൊട്ടേഷൻ മാർക്ക് പ്രസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ നിന്ന് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താലും മതി. ആ ബോംബെയിൽ സൺറൈസ് എത്തുന്ന ടൈമെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. സൺറൈസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 7:09 ആണ്. നമുക്ക് കൃത്യമായിട്ട് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ സൺറൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കുറച്ചൊന്ന് പുറകോട്ട് പോകണമെങ്കിൽ ഒന്ന് ജസ്റ്റ് മൈനസ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബി കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 7:09 ആണ് വേണ്ടത്. 7:09 ഇതാണ് അവിടുത്തെ എക്സാക്റ്റ് സൺറൈസ് ടൈം വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൺറൈസ് സെറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് സൺസെറ്റും കൂടി നോക്കാം. ഒന്നും കൂടി കീബോർഡിൽ നിങ്ങളുടെ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ സണ്ണിൻ്റെ ഇത് കാണാം. അതേപോലെ തന്നെ മൂൺ മൂവ് ചെയ്യുന്നതും കാണാം. അവിടെ സൺസെറ്റ് തന്നിരിക്കുന്ന 18:04 ആണ്. ഇവിടെ 18:02 ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്പോഴത്തേക്കും കുറച്ച് മുന്നോട്ടായിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ബി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെയായിട്ട് സെറ്റ് ചെയ്യാം. 18:04 അവിടെ തന്നിരിക്കുന്ന ആ ടൈമിലേക്ക് നമ്മുടെ സൺസെറ്റ് ആ ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് പ്രസ് ചെയ്തിട്ട് ആനിമേഷൻ ഓണും ഓഫും ആക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു December 22 നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡേറ്റും കാണാം, March 21 കാണാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ പറയുന്ന പൊസിഷൻ ഓഫ് ദ സണ്ണും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ലാറ്റിറ്റ്യൂഡൽ ലൈൻസിലുള്ള പൊസിഷൻ ഓഫ് ദ സണ്ണാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് ലാറ്റിറ്റ്യൂഡൽ ലൈൻസും ഡിസ്പ്ലേ ചെയ്യണം. അതിനായിട്ട് ഇവിടെയുള്ള പി എന്ന് പറയുന്ന ഓപ്ഷൻ,
ഡ്രോ ആൻഡ് ഇറേസ് പാരലൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലൈൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒന്നും കൂടി പി ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഡിഗ്രിയും വന്നിട്ടുണ്ട്, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഓരോ ഡേറ്റിൻ്റെയും സണ്ണിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ December 22 ആക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ജിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, 30 days ആക്കി മാറ്റി. അതേപോലെ തന്നെ ബി ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ജിയിൽ 1 day ആക്കി, എന്നിട്ട് വീണ്ടും 22 ആക്കി മാറ്റുന്നു. 22 ആക്കിയിട്ടുണ്ട്. ഇനി അതേപോലെ ഇവിടെ 1 minute ആക്കി മാറ്റുന്നു, നമുക്ക് ആനിമേഷൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇവിടെ വൈ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. സണ്ണിൻ്റെ പൊസിഷൻ ഓഫ് സണ്ണ് ലാറ്റിറ്റ്യൂഡിൻ്റെ ലൈനിലുള്ള പൊസിഷനാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം -23 ആണ് തന്നിരിക്കുന്നത്, -0.434 ആണ് തന്നിരിക്കുന്നത്. അതാണ് ഇവിടെ സണ്ണിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ തന്നിരിക്കുന്നത്. അതേപോലെ ഇനി നമ്മൾ March 22 എടുക്കുകയാണ്. അപ്പോൾ എന്താ വ്യത്യാസം വരുന്നത് നോക്കാം. അതേപോലെ നമുക്ക് ഡേ ലെങ്ത്തും കൂടി കിട്ടണമെങ്കിൽ അതിനിവിടെ എസ് എന്നുള്ളത് സോളാർ ടൈം എടുത്താൽ അതിൻ്റെ ഡേ ലെങ്ത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്, 10:54 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് March 22 ആക്കാം. അതിനായിട്ട് ജിയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, 30 days ആക്കുന്നു. അപ്പോൾ ഇവിടെ March 22 ആക്കാനായിട്ട് ജി സെറ്റ് ചെയ്തു. ഇനി എയിൽ ക്ലിക്ക് ചെയ്യുന്നു, March 22 ആയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് March 21 ആണ്. ജിയിൽ 1 day ആക്കുന്നു. അപ്പം ബിയിൽ മൈനസ് ചെയ്തു, 21 ആയിട്ടുണ്ട്. ഇവിടെയുള്ള നമുക്ക് സണ്ണിൻ്റെ ലൊക്കേഷനാണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് 0.281 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 1 minute ആനിമേഷൻ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്ക് അതിൻ്റെ സൺറൈസും സൺസെറ്റ് ടൈമും കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ലീഗൽ ടൈം എടുത്താൽ ഇതിൻ്റെ സൺറൈസും സൺസെറ്റ് ടൈമും കിട്ടുന്നതാണ്. സൺറൈസും സൺസെറ്റ് ടൈമും കിട്ടി. അതേപോലെ തന്നെ ലീഗൽ ടൈം എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഡേ ലെങ്ത്തും കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലീഗൽ ടൈം ക്ലിക്ക് ചെയ്ത് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത സമയത്ത് സൺറൈസും സൺസെറ്റ് ടൈമും ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സോളാർ ടൈം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡേ ലെങ്ത്തും ഇവിടെ ഉണ്ടാവും. അപ്പം ഇത് വെച്ചിട്ട് നമുക്കിതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സൺസ് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് അയനാന്ന് കേൾക്കുന്നത് അതൊന്നും കാണാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഡേറ്റുകൾ March 21 and 23 സൺസ് പൊസിഷൻ ഇസ് ഡയറക്റ്റ്ലി അബവ് ദ ഇക്വേറ്റർ. അതാണ് ഇക്വേറ്റഡ് ഡേയ്സ് നമ്മൾ പറയുന്ന 2 ഡേറ്റ്, March 21 23 22 to September 22 എബവ് ദ നോർത്തേൺ ഹെമിസ്ഫിയറും അതേപോലെ തന്നെ September 24 to March 20 സൗത്തേൺ ഹെമിസ്ഫിയറുമാണ്. അപ്പോൾ ആ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒന്നും കൂടി നമുക്ക് ഈ ഒരു സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്നിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ ഒന്ന് തുറന്നു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, അതിൻ്റെ അകത്ത് ടൂൾ ബാർ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തു, ടൈം സോൺ മാപ്പ്. ഇനി നമുക്ക് വേണ്ടത് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് എം ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ഡിഗ്രിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ക്ലിക്ക് ചെയ്തു. പി എന്നുള്ളതാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്, ഒന്നും കൂടി ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ഡിഗ്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രോപ്പിക്സ്, ഇക്വേറ്റർ, ആർട്ടിക് സർക്കിൾ. അപ്പോൾ നമുക്കിവിടെ നോർത്തേൺ ഹെമിസ്ഫിയറും ഇക്വേറ്ററും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ടി എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഇക്വേറ്ററും ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് വൈ എന്നുള്ളതാണ്, സണ്ണിനെ ഡിസ്പ്ലേ ചെയ്യാൻ ഇവിടെയാണ് തന്നിരിക്കുന്നത്. പിന്നെ നമ്മളോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രസ് വാല്യൂ 1 day കൊടുക്കാനാണ്. അപ്പോൾ 1 day കൊടുത്താൽ കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 1 hour ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന സിറ്റികളൊക്കെയാണ് അവിടെയെല്ലാം ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കൊടുക്കുന്നത് March 21 ആണ്. അപ്പോൾ അന്ന് തൊട്ടുള്ള സണ്ണിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നു, ജിയിലൊന്ന് ക്ലിക്ക് ചെയ്തു, 30 days ആക്കി. March 21 ആണ് നമുക്ക് വേണ്ടത്. എ ക്ലിക്ക് ചെയ്തു, 19th March ആയിട്ടുണ്ട്. ഒന്നും കൂടി ജിയിൽ 1 day ആക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് 20, പിന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തു. നമുക്ക് ഈ 20 വെച്ചിട്ട് നമുക്ക് ആനിമേഷൻ ഒന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് 21 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആനിമേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ജിയിൽ 1 minute ആക്കുന്നു. ആദ്യത്തെ ആനിമേഷൻ കാണാൻ വേണ്ടി 1 minute ആക്കി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വൈ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വൈ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ആനിമേഷൻ ഒന്ന് കാണാം. സിംഗിൾ കൊട്ടേഷൻ മാർക്ക് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ സൺ മൂവ് ചെയ്യുന്ന ഇക്വേറ്ററിലൂടെയാണ്. അപ്പോൾ അതാണ് ഇക്വേറ്റർ ഡേയ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇക്വേറ്ററിലൂടെ മൂവ് ചെയ്യുന്ന കാണാം. അപ്പോൾ ഇവിടെ 21st ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ആനിമേഷൻ ഒന്ന് കാണാം. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇക്വേറ്റർ ഡേയ്സ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 21st ആനിമേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. സൺ മൂവ് ചെയ്യുന്നത് ഇക്വേറ്ററിലൂടെയാണ്. അപ്പോൾ ഇക്വേറ്ററിലൂടെ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റും ആയിട്ട് മാറുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇതിവിടെ കൃത്യമായിട്ട് നമുക്കത് കാണാം. മാർച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടെ 1 ഡേ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. 1 ഡേ ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെയാണ് സണ്ണിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഇക്വേറ്റർ ഡേയ്സിൽ നമ്മൾ ഇക്വേറ്ററിലാണ് സൺ ഉള്ളതെന്ന് പഠിച്ചു. ഇനി സണ്ണിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആനിമേഷൻ ഓൺ ചെയ്തു. അപ്പോൾ നിങ്ങൾ കാണാം നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്തിട്ട് അത് പിന്നെ താഴേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും September 4th ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇക്വേറ്റർ ഡേയ്സ് എന്ന് പറയുന്നത് September 23rd ആണ്. അപ്പോൾ അത് നമുക്കിവിടെ കാണാവുന്നതാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും തിരിച്ച് ഇക്വേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് September 23rd ആണ് നെക്സ്റ്റ് ഇക്വേറ്റർ ഡേയ്സ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് വീണ്ടും ഒന്ന് ജിയിൽ 1 ഡേ ആക്കി സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അതിൻ്റെ മൂവ്മെൻറ്റ് കാണാം. അപ്പോൾ ഇവിടെ ആനിമേഷൻ ഓൺ ചെയ്തു. അപ്പോൾ അത് താഴേക്ക് മൂവ് ചെയ്യുന്ന കാണാം. മൂവ് ചെയ്തിട്ട് സൗത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്തിട്ട് വീണ്ടും ഇക്വേറ്ററിലേക്ക് തിരിച്ചു വരുന്ന കാണാം. അപ്പോഴത്തേക്കും മാർച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റാണ് നമ്മൾ അയന എന്ന് പറഞ്ഞിട്ട് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിവിടെ കൃത്യമായിട്ട് കാണാം. അതേപോലെ തന്നെ അതിൻ്റെ ചേഞ്ചസ് ഈ ഓരോ സ്ഥലത്തുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഓരോന്നിൻ്റെയും ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഡ്യൂറേഷൻ ഓഫ് ദ ഡേ കാണുന്നത് നമ്മൾ കണ്ടിരുന്നു. സോളാർ ടൈം ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കൊൽക്കട്ടയുടെ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡേ ലെങ്ത്ത് ഇപ്പം സണ്ണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇക്വേറ്ററിനടുത്താണ്. അപ്പോൾ അവിടെയുള്ള ഡേ ലെങ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി സണ്ണിൻ്റെ മൂവ്മെൻറ്റ് മുകളിലോട്ടാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കാണെങ്കിൽ നമ്മളൊരു 30 days എന്നുള്ളത് കൊടുക്കുക അവിടെ. ഇപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഡേ ലെങ്ത്ത് എത്രയാണ് വരുന്നത് എന്നുള്ള ഇവിടെ തന്നിട്ടുണ്ട്. 13 തന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ സൗത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഡേ ലെങ്ത്ത് 11 ആണ് വരുന്നത്. ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ 11 ആണ് വരുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇൻക്രീസസ് ആണ്. സൗത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഡിക്രീസസ് ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഓരോ ലൊക്കേഷനും ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡേ ലെങ്ത്ത് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.